നമ്മൾ ഇന്നത്തെ പരിപാടി ഐസ്ക്രീമാണ്. ഇളനീർ ഐസ്ക്രീമാണ്. അത് റോസ് കളറിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ മോഡലിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനുള്ള പാലെടുത്തിട്ടുണ്ട്. പാല് നമുക്ക് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാക്കി കിട്ടണത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാൽപ്പൊടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് നേരത്തെ ചൂടായ പാലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടിയൊക്കെ നല്ല കലങ്ങണം. ഇനി നമുക്ക് എന്ത് ചെയ്ത് പാലിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് കുറുകെ നമ്മളെ ഈ പേസ്റ്റ് രൂപത്തിലായി കിട്ടാനാണ്. ഏകദേശം കുറച്ച് തിക്നെസ്സിൽ കിട്ടണം നമുക്ക്. ഏകദേശം ഈ രൂപത്തിൽ കിട്ടണം നമുക്ക്. ഈ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓഫാക്കി വെക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 3 ഇളനീരാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അത് പൊളിച്ചിട്ട് ഓരോ പീസ് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊളിച്ച് ഫുള്ള് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളത് മാറ്റി വെച്ചിരിക്കണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു പകുതി പീസ് എടുത്തിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലൊന്ന് മിക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം തിന്നുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. ഇതേപോലെ ചെറിയൊരു കഷ്ണമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ജാറിലിട്ട് വെച്ച് വന്ന് നമുക്ക് എന്ത് ചെയ്യാം, അരച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അടിച്ച് കിട്ടി റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തണുത്ത വെള്ളം എടുത്തിക്കണേ. നമുക്ക് വിപ്പിംഗ് ക്രീം അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തണുത്ത വെള്ളത്തിൽ വെച്ചടിക്കാൻ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, അടിച്ച് കിട്ടും. ഏകദേശമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാണ്ട് ഒരു ലൂസാണ്. നമുക്ക് കുറച്ചും കൂടെ ടൈറ്റ് തിക്നെസ്സിൽ കിട്ടണം. നമുക്ക് ഏകദേശം ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ അരച്ച ഇളനീർ എന്ത് ചെയ്യുക, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് എന്ത് ചെയ്യണം, നമുക്കൊന്ന് അടിച്ചെടുക്കണം. നല്ല മിക്സായി കിട്ടണം നമുക്ക്. ഇതെല്ലാം കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ പാത്രം ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പാല് കുറുകി വെച്ചത് എന്ത് ചെയ്യണം, നമുക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് എല്ലാം കൂടെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം മറ്റുള്ളത് മിക്സ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടിയൊക്കെ കലക്കിയത് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മിൽക്കി മേഡ് ഉണ്ടെങ്കിൽ മിൽക്കി മേഡ് ഒഴിച്ചു കൊടുത്താലും മതി. അതിന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നത്. ഇതൊന്നും എന്ത് ചെയ്യണം, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കത് എന്ത് ചെയ്യുക, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം.
മിക്സ് ചെയ്തെല്ലതും കൂടെ. നമ്മൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. നമുക്ക് കളർ ചേർക്കാനുള്ളതാണ്. നമ്മൾ റോസ് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കളർ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കളറൊക്കെ മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെയർ നമുക്ക് വൈറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് പരത്തണം നമുക്ക് പാത്രത്തിൽ. ഇതിൻ്റെ മുകളിൽ നമുക്ക് റോസ് കളറ് നമ്മൾ മാറ്റി വെച്ചതൊന്ന് വെച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് തന്നെ വെച്ച് കൊടുക്കാം. മുകളിൽ എല്ലായിടത്തും വൈറ്റ് പരത്തി സെറ്റാക്കിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ റോസ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെ ലാസ്റ്റ് ലെയറാണ്. ഇതെല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കാം നമുക്ക്. മൊത്തം പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കളർ ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് എല്ലായിടത്തും പരന്ന് കിടക്കുള്ളൂ. നമ്മൾ ഐസ്ക്രീം കോരി എടുക്കുമ്പോഴാണ് കറക്റ്റ് നമുക്കത് കാണുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ ഒരു കവർ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. നിങ്ങൾക്ക് പാത്രത്തിന് അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ അടപ്പ് വെച്ചാലും മതി. നമ്മൾ 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ അത് എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കവർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വീഡിയോയിൽ ഒരു സംഭവം ഇടാൻ മറന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇളനീര് മുറിച്ച് വെച്ചത് അത് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കണ്. അപ്പോൾ മറന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐസ്ക്രീം വിളമ്പി വെക്കാം. ഇനി ഐസ്ക്രീം കോരിയെടുക്കാൻ നമുക്ക് കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ലെവലിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എളുപ്പത്തിൽ ഇതേപോലെ ഇളനീർ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ഐസ്ക്രീമിൻ്റെ ഐറ്റംസ് നമ്മളിത് വരുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഏത് തരത്തിലെ ചോക്ലേറ്റും എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടിയെന്നുള്ള ആ രൂപത്തിലൊക്കെ എല്ലാതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക, ജംസ് മുട്ടായി നമുക്ക് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്.
പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കേണ്ടി ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതൊക്കെ. പിന്നെ നല്ല ചൂടുകാലമല്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നാം. സംഭവം നമ്മൾ ടേസ്റ്റ് നോക്കിയിരിക്കണത് നല്ല ടേസ്റ്റാണ്, നമ്മൾ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റുള്ള സംഭവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഇളനീനൊക്കെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.